സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തൈര് കാന്താരി കുത്തിക്കാച്ചിയതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് തൈര് കാന്താരി കുത്തിക്കാച്ചിയത്. ഏകദേശം മോര് കാച്ചിയതുപോലാണെങ്കിലും കുറച്ച് വ്യത്യാസത്തോടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മോരിന് പകരം തൈരും പിന്നെ അരപ്പിടി കാന്താരി കുത്തിച്ചതച്ചതുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കാന്താരി തന്നെയാണ്. കാന്താരിയുടെ എരിവും തൈരിൻ്റെ പുളിയും എല്ലാം കൂടി ചേർന്ന് ചോറിലൊഴിച്ച് കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അത്രയ്ക്കും ടേസ്റ്റുള്ളതാണ് ഈ കറി. ഇതിന് ആദ്യം ആവശ്യമുള്ളത് കാന്താരിയാണ്. നല്ല എരിവുള്ള കാന്താരി തന്നെയാണ് ഈ കറിക്ക് ആവശ്യം. അരപ്പിടി കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 30 കാന്താരിയോളം കാണും. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും 3-4 കഷ്ണം ചെറിയുള്ളിയുമാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായി കാന്താരി ഒന്ന് കുത്തിച്ചതച്ചെടുക്കണം. പിന്നീട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയും വേണം. കാന്താരി കുറേശ്ശെയായിട്ടിട്ട് ഇടികല്ലിലേക്ക് വെച്ച് ചതച്ചെടുക്കാം. നല്ലവണ്ണം ചതഞ്ഞു പോകരുത്. കാന്താരി ഓരോന്നും ഒന്ന് പൊട്ടിക്കിട്ടിയാൽ മതി. കാരണം എന്നാൽ മാത്രമേ തൈരിലേക്ക് ഈ കാന്താരിയുടെ ഫ്ലേവർ എല്ലാം ഇറങ്ങിക്കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കാന്താരി ഒത്തിരി അങ്ങ് ചതഞ്ഞു പോകാതെ ഒന്ന് പൊട്ടിക്കിട്ടുന്ന പോലെ ചതച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ല എരിവുള്ള കാന്താരി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. കാന്താരി ചതച്ചെടുക്കുമ്പോൾ കണ്ണിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണേ. കാന്താരി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നീളത്തിൽ ചെറുതായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് 1/4 ഭാഗത്തോളം മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുത്തിച്ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി ചേർത്ത് കൊടുക്കാം. കാന്താരി ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന പോലെ ഇളക്കി കൊടുക്കണം. കാന്താരി ഒന്ന് വാടി വരാൻ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഒരു അടപ്പ് വെച്ച് മൂടി കൊടുക്കണം. ഇടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. കാന്താരി മുഖത്തോട്ടൊന്നും പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് അടച്ചു വെക്കുന്നത്. 2 മിനിറ്റോളം വഴറ്റി കഴിയുമ്പം കാന്താരിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ഇതുപോലെ മൂത്ത് വരും. ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഉടച്ച് വെച്ചിരിക്കുന്ന തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. തൈരിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നല്ല കട്ടത്തൈര് കിട്ടുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എല്ലാം ഒന്ന് തവി കൊണ്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. അതിനുശേഷം കുറച്ച് നേരം കൂടി തവി കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചോറിനെ ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ് ഇത്. നിങ്ങൾ എന്താണേലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെയും ഇത് തയ്യാറാക്കും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.